അസ്സലാമു അലൈക്കും. ഇഷാ നിസ്കാരം പിന്തിച്ച് നിസ്കരിച്ചാൽ അഫ്വലാകുന്ന ഏതെങ്കിലും ഒരു സമയമുണ്ടോ എന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചു തരാമോ? വലൈക്കും സലാം. ഒരു സഹോദരന്റെ ചോദ്യം, ഇശാ നിസ്കാരം പിന്തിക്കുന്നത് അഫ്ളലായ വല്ല സമയമുണ്ടോ? പൊതുവെ നിസ്കാരങ്ങളെല്ലാം അവ്വൽ വക്തിൽ നിസ്കരിക്കലാകുന്നു സുന്നത്ത്. ഇമാമുൻ നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ മിൻഹാജിൽ യുസന്നു തഅജീറു സ്വലാത്തി ലി അവ്വലിൽ വക്തി, സമയത്തിന്റെ ആദ്യത്തിൽ തന്നെ ഏതൊരു നിസ്കാരവും നിർവഹിക്കലാകുന്നു കരണീയം. കാരണം ലി ഹദീത്ത് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തുണ്ട്, സഅൽതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅ്മാലി അഫ്ളലു, ഏറ്റവും നല്ല പുണ്യാമൽ ഏതാണെന്ന ചോദ്യത്തിന് ഖാല അസ്വലാത്തു ലി അവ്വലി വക്തിഹ, ടൈമിന്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കലാണ് എന്ന് പറഞ്ഞ ഇമാം ദാറഖുത്നി അടക്കമുള്ളവർ ഷെയ്ഖൈനിയുടെ ഷർത്തു പ്രകാരം ഉദ്ധരിക്കുന്ന സ്വഹീഹ ഹദീസാണിതെന്ന് ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബഹുമാനപ്പെട്ട ബുഖാരിലും മുസ്ലിമിലും ലി വഖ്തിഹ, അതിന്റെ അർത്ഥം ആദ്യ ടൈമിൽ തന്നെ നിർവഹിക്കുക. ഫയസ്തഗ്ലു അവ്വലൽ വക്തി, അപ്പൊ ടൈം ആയാൽ ഉടനെ തന്നെ ബി അസ്ബാബിയ, നിസ്കരിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഒന്നുണ്ടാക്കാൻ പോകുന്നു, ബാക്കി കാര്യങ്ങൾ വസ്ത്രം മറക്കുന്നു, ഇങ്ങനെ നിസ്കാരവുമായിട്ട് ബന്ധപ്പെടുക. എത്രയും പെട്ടെന്ന് ബാങ്ക് കൊടുത്താൽ ഉടനെ, ഇതാകുന്നു ഏറ്റവും നല്ലത്. ഇനി വല്ല കാരണവശാലും അവൻ നിസ്കാരം പിന്തിക്കുകയാണെങ്കിൽ ടൈം ആയാൽ തന്നെ ഞാൻ ഈ നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കും എന്ന് തീരുമാനിച്ചു എന്ന് ഉറപ്പിക്കൽ, അസ്മ ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്നാ. ചുരുക്കത്തിൽ ഏതൊരു നിസ്കാരവും ബാങ്ക് കൊടുത്താൽ ഉടനെ നിർവഹിക്കലാകുന്നു നല്ലത്. ഇവിടെ വസവാഉനിൽ ഇശാഉ വഗൈറുഹ, ഇശാ നിസ്കാരവും ഇതുപോലെ തന്നെയാണ്. പക്ഷെ വഫീ ഖൗലിൻ, ചില പണ്ഡിതന്മാർ ഇശാഇനെ പിന്തിക്കൽ അഫ്ളലാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഹിബു അൻ യുഅഖിറൽ ഇശാഅ, ഇശാഇനെ പിന്തിക്കൽ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. അങ്ങനെ നബി തങ്ങൾ ഒരു രാത്രിയുടെ സുലുസ് വരെ അത് പിന്തിക്കുമായിരുന്നു. കാരണം എന്താ? പകലിന്റെ മധ്യത്തിലാണല്ലോ ളുഹർ നിസ്കാരം. അതുപോലെ രാത്രിയുടെ പാതിരാവിൽ, രാത്രിയുടെ മധ്യത്തിൽ ഇശാ ആവട്ടെ എന്ന് വെച്ച് പിന്തിക്കുക പതിവായിരുന്നു എന്നും, ഏറ്റവും ഹൃദയ സാന്നിധ്യം ഉണ്ടാകാനും, ലോകത്തിന്റെ വിവിധ ആളുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പടച്ചത്തമ്പുരാനിലേക്ക് അടുക്കുന്ന ആ നിസ്കാരം രാത്രി നേരത്ത് ഒരല്പം പാതിരയോട് അടുപ്പിക്കുകയും നന്നായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പല ആളുകളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട ഇമാം നവവി തങ്ങൾ തന്നെ ശറഹുൽ മുഹദ്ദബിലൊക്കെ അതിന് മറുപടി പറഞ്ഞത് വഖാന തഖ്ദീമുഹാ വല്ലദീ വാളബ അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ഹദീസ് ഉണ്ടെങ്കിലും നബിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പതിവാക്കിയത് ഇശാ ഉടനെ തന്നെ നിസ്കരിക്കലായിരുന്നു. ചുരുക്കത്തിൽ ഷാഫി മദ്ഹബിന്റെ ഉലമാക്കൾ ഇശാവും ആദ്യം തന്നെ നിർവഹിക്കലാകുന്നു അഭികാമ്യം, പിന്തിക്കലല്ല എന്ന അഭിപ്രായക്കാരാണ്. ഇങ്ങനെ ചില ഹദീസുകൾ ഉണ്ടെങ്കിലും ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞതാണ്, ഹദീസിന്റെ ലാഹിർ നോക്കി അമൽ ചെയ്യുക എന്നുള്ളത് നമുക്ക് നല്ലതേ അല്ല. ബഹുമാനപ്പെട്ട അല്ലാമ സ്വാവി വാള്യം 3 9-ാമത്തെ പേജിൽ ആയത്തിന്റെയും ഹദീസിന്റെയും ബാഹ്യം നോക്കി നമുക്ക് അമൽ ചെയ്തുകൂടാ എന്നും, മഹാന്മാരായ ഫുഖഹാ ഉലമാ മുജ്തഹിദീങ്ങൾ എങ്ങനെയാണോ വ്യാഖ്യാനിച്ചത് അവിടെ നിൽക്കൽ നമുക്ക് ആവശ്യമാണ് എന്നുമുള്ള ഉദ്ധരണി പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചില ബിദഈ കക്ഷികളും മറ്റുമൊക്കെ ഇശാ പിന്തിപ്പിക്കലാണ് നല്ലത് എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇമാമിങ്ങൾ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു. നബി തങ്ങൾ പതിവാക്കിയതും ഖുലഫാഉർ റാഷിദീൻ പതിവാക്കിയതും ലോക മുസ്ലിങ്ങൾ ഇന്ന് നടത്തുന്നതും ഒക്കെ അതിൻ്റെ പേരിലാണ്. ഇശാ ബാങ്ക് കൊടുത്താൽ വല്ലാതെ വൈകാതെ തന്നെ മറ്റു നിസ്കാരങ്ങളെ പോലെ ഇശാവും വേഗമാക്കലാകുന്നു ഏറ്റവും നല്ലത്. പക്ഷേ ഷാഫി മദ്ഹബിന്റെ തന്നെ ചില ഉലമാക്കൾ ഈ ഹദീസ് പിടിച്ചുകൊണ്ട് പ്രത്യേക കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്തിക്കലാകുന്നു നല്ലത് എന്ന് പറഞ്ഞവർ ഉണ്ട്. ഇത് ഇശാക്ക് മാത്രം പിന്തിക്കൽ നല്ലതാണെന്ന് പറഞ്ഞവരുണ്ട് എന്നർത്ഥം. പിന്നെ നിങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും അവസരത്തിൽ അങ്ങനെ അഫ്ളലാകുമോ? അങ്ങനെയൊക്കെ ഉണ്ടാകാം. ഒരു മയ്യിത്തിന്റെ സംസ്കരണം കൊണ്ട് ശുഹലാകലോ, അല്ലെങ്കിൽ ശുശ്രൂഷകളെ കൊണ്ട് ശുഹലാകലോ, അല്ലെങ്കിൽ അറഫയിലോട്ടുള്ള നൃത്തം എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ള നിലയ്ക്ക് ഇശാനെ പിന്തിക്കൽ ചിലപ്പോൾ നിർബന്ധമാകും എന്ന് വരെ നമ്മുടെ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം വിശദമായി പറയണമെങ്കിൽ കുറേ ചർച്ച ചെയ്യണം. ഇവിടെ ഞാൻ തൽക്കാലം നിർത്തുന്നു.